ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് ഏകദേശം ഒരു 10 കിലോമീറ്റർ അകലത്തിൽ നെടുമുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് നെടുമുണ്ട ടൗണിൽ നിന്ന് ഒരു 500 മീറ്റർ അകലത്തിൽ വള്ളിക്കുരുമ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് തകണം ഈ കാണുന്ന ഒരു 42 സെൻറ്റ് സ്ഥലവും അതിനകത്ത് 1100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമൊക്കെ ഉള്ള ഈ കാണുന്ന ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലോ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥല പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്ത് കണ്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ കാണുന്ന നമ്മളെ നമ്പറിൽ വിളിച്ചോളിട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം പറഞ്ഞു കൊടുക്കണ്ട നമുക്ക്. ആയിക്കോട്ടെ, അപ്പം ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം പറഞ്ഞുതരാം. നമുക്ക് ഈ റോഡ് വരുന്നത് നമുക്ക് നെടുമുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്ന റോഡാണ് കേട്ടോ. അവിടെ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ദൂരമുള്ളൂ നമുക്ക് ഇങ്ങോട്ട് എത്താൻ. വള്ളിക്കുരുമ്പ എന്നാണ് നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഏത് വാഹനങ്ങൾ വേണേലും വരാൻ സൗകര്യത്തിനുള്ള വഴി സൗകര്യം ഉണ്ട്. അതായത് നമുക്ക് ടാറിംഗ് റോഡിൽ നിന്ന് നെടുമുണ്ട എന്ന് പറഞ്ഞ ടൗണിൽ നിന്ന് നമുക്ക് വെറും 1/2 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. അതെ, അപ്പം നമ്മളെ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അതിരിതാ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അടുത്ത് തന്നെ വീടുകളുണ്ട്, ഇവിടെ വീടുണ്ട്, അങ്ങോട്ട് വീടുകളുണ്ട്, അടുത്ത് ഇഷ്ടംപോലെ അയൽവാസികളൊക്കെ ഇഷ്ടംപോലെ വീടുകളെല്ലാം ഉണ്ട്. പിന്നെ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് വെക്കണം നമ്മളെ പ്ലോട്ടിന്റെ ഈ ഒരു ഫ്രണ്ടേജ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പുതിയ കണക്ഷനോ കാര്യങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ നമ്മളെ ഈ സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്നത് കുറുമാത്തൂർ പഞ്ചായത്തിലും അതുപോലെ തന്നെ നമുക്ക് വില്ലേജ് വരുന്നത് കുറുമാത്തൂരാണ്. പിന്നെ തളിപ്പറമ്പ് താലൂക്കിലും. തളിപ്പറമ്പ് ടൗണിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10 കിലോമീറ്ററാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. കാണുന്നതാണ് നമ്മളെ പ്ലോട്ടിനകത്തുള്ള വീട് എന്ന് പറഞ്ഞാൽ മൊത്തം 3 ബെഡ്റൂം ഒക്കെ ഉള്ള ഒരു വീട് തന്നെയാണ്. വണ്ടികൾ കാറോ ജീപ്പോ ബൈക്കോ ഒക്കെ നേരെ വീടിന്റെ മുറ്റത്തോട്ട് ചെല്ലാനുള്ള വഴി സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് ടാറിംഗ് റോഡ് നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് വെറും 1/2 കിലോമീറ്റർ മാത്രമേ നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ. പിന്നെ നമുക്ക് സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അതിരി എൻ്റെ ഇവിടം വരെയാണ് വരുന്നത്. ഈ ഒരു മതിൽക്കെട്ടിൻ്റെതാ ഇവിടം വരെ ചുറ്റുഭാഗവും അതിരെല്ലാം ഫുള്ള് ക്ലിയർ ആക്കിയിട്ടേക്കാണ്. ഒന്നും അതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനില്ല കേട്ടോ. പിന്നെ അതിരുവഴി എല്ലാം അതേപോലെ പ്ലാവ് പോലത്തെ മരങ്ങളെല്ലാം ഇഷ്ടം പോലെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പ്ലാവേ കൂടെ എല്ലാം കുറേ കുരുമുളക് കൊടിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളകൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പ്ലോട്ടിനകത്തോട്ടൊന്ന് പോയി നോക്കാം. പ്ലോട്ടിക്ക് നമ്മൾ അതെ. അപ്പോൾ നമ്മൾ പ്ലോട്ടിലോട്ട് വരുമ്പോൾ തന്നെ ഫ്രണ്ടിൽ തെങ്ങുകളുണ്ട്. തെങ്ങുകൾ ഏകദേശം 10-22ഓളം തെങ്ങുകളിലൊക്കെ നന്നായിട്ട് കായ്ക്കണ തെങ്ങുകളാണ് കേട്ടോ. ഇഷ്ടം പോലെ തേങ്ങയെല്ലാം കിട്ടുന്നുണ്ട്. പ്ലാവുണ്ട്, മാവുണ്ട് എന്ന് വേണ്ട എല്ലാവിധ സംഭവങ്ങളും നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട് അല്ലേ. അതെ, പിന്നെ വാഹനങ്ങൾ 2-3 വണ്ടി നിലവിൽ നമുക്ക് വീടിന്റെ മുറ്റത്ത് നിർത്താനുള്ള സ്ഥല സൗകര്യം നമുക്ക് മുറ്റത്തുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല മിറ്റം ഇഷ്ടം പോലെ ഉണ്ട്. വേണമെങ്കിൽ നമ്മളെ പ്ലോട്ടിലോട്ട് വരാനുള്ള റോഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി നമുക്ക് നമ്മളെ വീടിന്റെ മുറ്റം വരെ വരാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇനി വരെ നമുക്ക് വീട് കാണാം കേട്ടോ. ഇതാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഗ്രില്ലെല്ലാം ഇട്ടിട്ടുണ്ട്. ഫുൾ അടച്ചുറപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങോട്ട് കയറി വാ. സിറ്റ് ഔട്ട് ഇതാകണേ. ഈ കാണുന്നതാണ് സിറ്റ് ഔട്ട്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള സിറ്റ് ഔട്ട് തന്നെയാണ്. പിന്നെ നിലം ഗ്രാനൈറ്റാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. നിലമൊക്കെ ഫുള്ള് ഗ്രാനൈറ്റാണ്. റൂഫൊക്കെ ഉണ്ടല്ലേ ഫുള്ള് നീറ്റാണ് കേട്ടോ. ഇനി ഇങ്ങോട്ട് വരും. നമുക്ക് റൂമുകൾ ഓരോന്നായിട്ട് കാണാം. നമുക്ക് ഇപ്പോൾ നിലവിലിപ്പോൾ ഇതിൻ്റെ ഓഫീസ് റൂമാണ് ഇപ്പോൾ ഈ കാണുന്നത്. മൊത്തം 3 റൂമാണുള്ളത്. ഫസ്റ്റത്തെ റൂമാണ് നല്ല വലിയ റൂം തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഉണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മൾ ഈ റൂമിൻ്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ റൂമിൽ ഡോർ കണ്ടില്ല ഫുള്ള് മരത്തിൻ്റെ അതിലാണ് ഡോർ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫുള്ള് മരമാണ്. ജനൽ വാതിൽ കട്ടിൽ എല്ലാ സാധനങ്ങളും ഫുള്ള് മരത്തിൻ്റെ തന്നെയാണ്. ഇനി ഇങ്ങോട്ട് വരും. നമുക്ക് അകത്തോട്ട് ഹാളിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കട്ടോ. ഹാളിലോട്ട് പോണതിന് മുന്നേതാ ഇവിടെ നോക്കി നമ്മൾ വീടിൻ്റെ മെയിൻ ഡോറാണ് ഈ കാണുന്നതിൽ. ഫുള്ള് മരത്തിൻ്റെ ഡോർ തന്നെയാണ്. നല്ല ഭംഗിയുള്ള കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അകത്തോട്ടും കൂടെ പോയി നോക്കാം. അകത്തോട്ട് ഹാളിലോട്ട് വരുമ്പോൾ അത്യാവശ്യം വലിയ ഹാൾ തന്നെയാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ ഒരു ഹാളിൽ ഒരു 5-6 ആൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സൗകര്യത്തിനുള്ള വലിയ മേശ തന്നെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഈ ഒരു ഭാഗത്തോട്ട് ഒരു 3 കള്ളി ജനലുണ്ട്. അതുപോലെ തന്നെ നല്ല കാറ്റും പൊളിച്ചൊക്കെ കിട്ടുന്ന രീതിയിലാണ് ഉള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അല്ലേ. പിന്നെ നമുക്ക് റൂഫ് കണ്ടില്ലെങ്കിൽ ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല. റൂഫൊക്കെ ഫുള്ള് റൂഫ് ടൈലും കാര്യങ്ങളെല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഫ്രണ്ടിലോട്ടുള്ള കാഴ്ചയ്ക്ക് വേണ്ടി ഒരു 3 കള്ളി ജനൽ ഫ്രണ്ടിലോട്ടും ഉണ്ട്. ഇനി നമുക്ക് റൂമുകൾ ബാക്കിയുള്ളത് കാണാം കേട്ടോ. ഇനി രണ്ടാമത്തെ റൂം ഇതാ ഈ കാണുന്നതാണ്. റൂം നല്ല സൗകര്യമുള്ള വലിയ റൂം തന്നെയാണ്. ഇപ്പോൾ നിലവിൽ 2 കട്ടിലാണ് ഇട്ടേക്കുന്നത് ഈ ഒരു റൂമിനകത്ത്. 2 സൈഡിലോട്ടും 3 കള്ളി ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ റൂഫ് ഫുള്ള് നീറ്റാണ് കേട്ടോ. ഇവിടെ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് റാക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഷെൽഫെല്ലാം ഉണ്ട്. പിന്നെ നിലം ഈ ഒരു കളറ് ഗ്രാനൈറ്റാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനി ഇങ്ങോട്ട് വരും. നമുക്ക് അടുത്തത് 3ാമത്തെ റൂം കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ. ഇതാണ് നമ്മളെ 3ാമത്തെ റൂം എന്ന് പറയുന്നത്. ഈ റൂം നമ്മളിപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ 3 റൂമും ഒരേപോലെ വലിയ റൂമുകൾ തന്നെയാണ് കേട്ടോ. റാക്ക് ഉണ്ട്, ഷെൽഫ് ഉണ്ട്. മൊത്തം നല്ല നീറ്റായിട്ടുള്ള റൂമുകൾ തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മളൊരു പ്ലോട്ട് വീട് സ്ഥലം നിങ്ങൾ മേടിക്കാന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടുത്തുള്ള ആരാധനാലയങ്ങൾ പറഞ്ഞാൽ നമുക്ക് നടക്കാനുള്ള ദൂരത്തിൽ ഏകദേശം 1/2 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ നെടുമുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് പിന്നെ ക്രിസ്ത്യൻ ചർച്ച് ഉണ്ട്, അമ്പലങ്ങളുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം പള്ളിയൊക്കെ നമുക്ക് ഏകദേശം 1/2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ
നമുക്ക് കുറുമാത്തൂർ എത്തിക്കഴിഞ്ഞാൽ അവിടെ സ്കൂൾ സൗകര്യം ഉണ്ട്. അപ്പം നമ്മൾ ഇതാണ് വീടിൻ്റെ അടുക്കള കേട്ടോ. അടുക്കളയൊക്കെ നല്ല സൗകര്യമുള്ള നിന്ന് ചെയ്യാനൊക്കെ സ്ഥല സൗകര്യമുള്ള അടുക്കള തന്നെയാണ്. ഗ്യാസ് സ്റ്റവ് എല്ലാം വെക്കാനുള്ള പാതകമെല്ലാം ഉണ്ട്. അതുപോലെ പാത്രം കഴുകാനുള്ള സൗകര്യം ഉണ്ട്. ഇനിയിപ്പോൾ അകത്ത് വിറകടുപ്പ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അകത്ത് വിറകടുപ്പ് എല്ലാം ഉണ്ട്. പുറത്ത് വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂമും കൂടി ഉണ്ട് കേട്ടോ. പാത്രങ്ങളൊക്കെ വെക്കാനുള്ള സ്റ്റോർ റൂമാണിത്. പിന്നെ നമുക്ക് അടുക്കളയിൽ നിന്ന് തന്നെ മുകളിലോട്ട് ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാർപ്പിന്റെ മേലെ കൊണ്ടുവെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സ്റ്റെയർ നമുക്ക് ഇവിടെ അടുക്കളയിൽ നിന്നാണ് വരുന്നത്. നമുക്ക് മുകളിലോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനും സൗകര്യമുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലോട്ട് ഇവിടോട്ട് ഇപ്പോൾ നിലവിൽ വാഷിംഗ് മെഷീനൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് ആക്കിയിട്ടുള്ളത് കേട്ടോ. വേണമെങ്കിൽ ഇവിടെ ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്ത് ഈ ഒരു സൈഡ് ഫുള്ള് മറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് അങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുക്കളയിൽ നിന്ന് പുറത്തോട്ടൊന്ന് പോയി നോക്കാം. ഇങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് വർക്ക് ഏരിയ ഉള്ളത്. വർക്ക് ഏരിയ വലിയ നല്ല നീളമുള്ള വലിയ വർക്ക് ഏരിയ ആണ്. ഇതിന്റെ ചുറ്റുഭാഗത്തുള്ള ഈ സൈഡ് ഫുള്ള് ഗ്രില്ലിട്ടേക്കാണ് കേട്ടോ. ഫുള്ള് അടച്ചുറപ്പാക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ പാത്രം കഴുകാനുള്ള സൗകര്യം ഉണ്ട്. വേണമെങ്കിൽ അരകല്ലൊക്കെ വെക്കണമെങ്കിൽ അരകല്ലൊക്കെ വെക്കാം. പിന്നെ നമുക്ക് നേരത്തിന്റെ ടൈലിന്റെ കളർ ഇതാക്കണ ഈ കളറാണുള്ളത്. അതും അടുക്കളയിലും അതെ ഒരേപോലത്തെ കളർ തന്നെയാണ് അല്ലേ? അതെ. പിന്നെ ഇവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ളൊരു ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ. ബാത്റൂമും ടോയ്ലറ്റും കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ്. വലിയ ബാത്റൂം തന്നെ കേട്ടോ. 2 ബാത്റൂം ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ ഈ ഒരു വീടിന്റെ അകത്തുനിന്നുള്ള സൗകര്യങ്ങൾ പറഞ്ഞാൽ. ഇനിയിപ്പോ നമുക്ക് അടുത്ത കാണ്ടി പുറത്ത് പോയിട്ട് പറമ്പിൽ എന്തൊക്കെ സംഭവങ്ങളുള്ളതെന്നും കൂടി ഒന്ന് പോയി. കിണറുണ്ട്, ഒരു കിണറുണ്ട്, ഒരു ബോർവെൽ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജപ്പാൻ കുടിവെള്ള പദ്ധതി ഉണ്ട്. പിന്നെ നമുക്ക് ഇതാകുന്ന നമ്മുടെ സ്ഥലത്തിന്റെ പ്ലോട്ടിന്റെ ഈ ഒരു ഭാഗം കൂടി ഒന്ന് കാണണം അല്ലേ? ഇനി നമുക്ക് അങ്ങോട്ട് പുറത്തോട്ടും കൂടി ഒന്ന് പോയിട്ട് കാണട്ടോ. അപ്പൊ നമ്മള് വീടിന്റെ സൗകര്യമൊക്കെ മൊത്തത്തിൽ കാണിച്ചു കൊടുത്തില്ലേ? വീടൊക്കെ കണ്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ലൈക്ക് അടിക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത കാണുന്ന വെള്ളത്തിന്റെ സൗകര്യമാണ്. ഇപ്പൊ നിലവിൽ നമ്മളെ ഒരു പ്ലോട്ടിനകത്ത് വെള്ളത്തിന്റെ സൗകര്യത്തിന് പറഞ്ഞാൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിന്റെ ഉണ്ട്, ബോർവെല്ലുണ്ട്, കിണറും ഉണ്ട്. വെള്ളം കഷ്ടമായിരിക്കണം. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളോ ഇല്ല കേട്ടോ. കയറി വരുന്ന നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഫ്രണ്ടിൽ തന്നെ ഇതാക്കണം. ജപ്പാൻ കുടിവെള്ള പദ്ധതിന്റെ കണക്ഷനാണ് ഈ കാണുന്നത് കേട്ടോ. കണക്ഷൻ ഇപ്പൊ കട്ടാക്കിയിട്ടേക്കാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഇപ്പൊ വേണ്ടാത്തതുകൊണ്ട് എടുത്തിട്ടില്ല, അത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വെള്ളത്തിന്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ ബോർവെല്ലാണ് കേട്ടോ. ഈ സൈഡിലാണ് ബോർവെല്ലുള്ളത്. ഇതാ ഇവിടെ ഇതാണ് ബോർവെല്ല്. വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ്. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ പറമ്പ് വേനൽക്കെല്ലാം പറമ്പ് നനയ്ക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സൗകര്യത്തിന് ഇവിടെ സ്പ്രിംഗ്ലർ എല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും ഇതുപോലെ. പിന്നെ വേറെ കാര്യങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത്, ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് വെക്കുക അല്ലേ? നമ്മളെ സ്ഥലത്തിൻ്റെ അതിരിതാണ്. അവിടുന്ന് ഏകദേശം ഇതാണ് ഈ ഒരു ഭാഗം. ഈ തെങ്ങ് കണ്ണിൻ്റെ കുറച്ചപ്പുറം അതുവരെയാണ് നമ്മളെ സ്ഥലത്തിൻ്റെ വീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈഡിലാണ് അതിൻ്റെ മതിൽക്കെട്ട് വരുന്നത് കേട്ടോ. ഈ തെങ്ങ് നിൽക്കുന്ന സൈഡിലാണ് ഇവിടുത്തെ അതിരിൻ്റെ കെട്ട് വരുന്നത്. പിന്നെ സൈഡ് വഴി, മുറ്റത്തിൻ്റെ സൈഡ് വഴി എല്ലാം ഫുള്ള് തെങ്ങുകളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ട് നട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുകയും ചെയ്യും അല്ലേ? നല്ല മണ്ണുള്ള സ്ഥലം തന്നെയാണ്. വെട്ടുകല്ല്, വെട്ടുപാറ, അങ്ങനത്തെ കരിങ്കൽ പാറയുള്ള സ്ഥലങ്ങളല്ല. ഈ കിണർ കണ്ടോളി. ഇതാണ് കിണർ എന്ന് പറഞ്ഞാൽ 365 ദിവസം വെള്ളം കിട്ടും. അതാണ് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളി. വേനൽക്കൊക്കെ ആണെങ്കിലും വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് ഉള്ളത്. ഈ ഒരു ഭാഗത്താണുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതാ ഇവിടെ ഫുള്ള് തെങ്ങുകളാണ് പറമ്പിനകത്തുള്ളത് കേട്ടോ. മൊത്തം കായ്ക്കുന്ന തെങ്ങുകളാണ്. ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ നടണമെന്നുണ്ടെങ്കിൽ അത് നടുകയും ചെയ്യാം. ഇനി ഇത് ഇപ്പോൾ വേണമെങ്കിൽ എനിക്കൊരു പശുത്തൊഴുത്തായിട്ട് അങ്ങനെ പണി കഴിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആക്കെ ഒന്ന് ഡ്രസ് വർക്കൊക്കെ ചെയ്ത് അതിൻ്റെ സൈഡെല്ലാം കെട്ടി ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആക്കാട്ടോ. അപ്പോൾ അതിനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ബാക്ക് സൈഡിൽ അതിരെന്ന് പറഞ്ഞാൽ കാണാൻ അതാണ് അതിര് വരുന്നത്. അവിടെ കമ്പിവേലി ഇട്ടേക്കുന്നതാണ്. ആ ഒരു സൈഡ് ഫുള്ള് കമ്പിവേലി ഇട്ടേക്കും. അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ അയൽവാസികളൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളുണ്ട്. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും കൂടി പോയിട്ട് കാണിച്ചു കൊടുക്കാം നമുക്ക്. പറമ്പിപ്പോൾ കുറച്ച് മഴയാണ്, അതുകൊണ്ട് ചെറിയ രീതിയിൽ കാടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാടൊക്കെ ഒന്ന് വെട്ടി ഒന്ന് തെളിച്ചാക്കി കഴിഞ്ഞാൽ ഫുള്ള് നല്ല വൃത്തിയാവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇപ്പം ഈ ഒരു ഭാഗത്തു നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ. തെങ്ങ് കണ്ടില്ലെങ്കിൽ അത്യാവശ്യം നല്ലോണം കായ പിടിക്കുന്ന തെങ്ങുകളൊക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് വീട് വെക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലം കൊടുക്കുകയും ചെയ്യാം അല്ലേ? നിങ്ങൾ ഈ ഒരു പ്ലോട്ട് മൊത്തമായിട്ട് എടുക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഒരു കുടുംബത്തിൽ 2 ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീടും കൂടി വെക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലമുണ്ട്. ഫ്രണ്ടിൽ നിന്ന് റോഡ് വെട്ടി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പ്ലോട്ടാക്കി കൊടുക്കണേ അങ്ങനെയും കൊടുക്കാം. ഇനി ഇവിടെ നമുക്ക് ചെറിയൊരു ഷെഡിൻ്റെ ഇതുണ്ട് കേട്ടോ. ഒരു സ്ട്രക്ചർ ഉണ്ട്. വേണമെങ്കിൽ ഇവിടെ ഡ്രസ് വർക്കെല്ലാം ചെയ്ത് നേരത്തെ കണ്ട പോലെ തന്നെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ ഒരു സ്റ്റോർ റൂമായിട്ടോ പുറത്തൊരു സ്റ്റോർ റൂമായിട്ടൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡീറ്റെയിൽ പറഞ്ഞാൽ. അപ്പോൾ വീട് സ്ഥലം കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ നെടുമുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വെറും 1/2 കിലോമീറ്റർ മാത്രം അകലത്തിൽ. നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പേര് വള്ളിക്കുരുമ്പ എന്നാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്.
അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഈ ഒരു സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 55 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളെ റിലേഷനിലോ ബന്ധുക്കളിലോ പെട്ട ആർക്കെങ്കിലും ഈ ഒരു സ്ഥലം മേടിക്കണം എന്നൊക്കെ താല്പര്യമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ മെയിനായിട്ട് നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും വിൽക്കാനൊക്കെ കഴിയാതെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമെങ്കിൽ ഇതാണ് മേലെ കാണുന്ന ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. സ്വർഗ്ഗ റിയൽ എസ്റ്റേറ്റിൻ്റെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. 98 95 18 18 86 ഞങ്ങളുടെ നമ്പർ. പരസ്യം ചെയ്യേണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യുക. ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിലോ റിലേഷനിൽ പെട്ട ആരെങ്കിലും സ്ഥലങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. ഈ ഒരു ഏരിയയിൽ നിങ്ങളുടെ ആരുടെയും വീടോ സ്ഥലോ പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ പരസ്യം ചെയ്ത് വിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ വിളിച്ചോളിട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ബൈ.